കുട പിടിക്കാതെ ഇറങ്ങാൻ പറ്റില്ല. നല്ല മഴയാണ്. മൺസൂൺ നേരത്തെ എത്തിയിരിക്കുന്നു. കേരളത്തിൽ പിറന്ന നമുക്കെന്ത് മഴപ്പേടി. അങ്ങനെ മഴയുള്ളൊരു ദിവസം ഒന്നും നോക്കിയില്ല. തിരിച്ചു ജോലിക്ക് പ്രവേശിക്കും മുമ്പ് കടലൊന്ന് എൻജോയ് ചെയ്യണമെന്ന് കരുതി. കുഞ്ഞിൻ്റെ നടപ്പ് കണ്ടാൽ അറിയില്ലേ അവൾക്കാണ് യാത്ര അത്യാവശ്യമെന്ന്. ബീച്ചിലേക്ക് നീങ്ങുന്ന കൽപ്പടവുകൾ ഓരോ ചുവടും ശ്രദ്ധിച്ചു വെച്ചാണ് നടന്നത്. തെറ്റിയാൽ തീർന്നു. ക്ലിഫ് സൈഡിലെ വ്യൂ കണ്ടാലേ അറിയാം നല്ല തിരയുണ്ട്. ഒന്ന് കാൽ മുക്കിക്കാം എന്ന ധാരണയോടെയാണ് കെന്നാമോളെ വീട്ടിൽ നിന്നും ഇറക്കിയത്. കടൽക്കരയിൽ തിരക്കുണ്ട്. മഴ വയ്ക്കാതെ ആളുകൾ എത്തിയിട്ടുണ്ട്. ശക്തമായ കാറ്റും ചെറിയ മഴയും ആസ്വദിക്കാൻ പറ്റിയ കാലാവസ്ഥയാണ്. ഇടയ്ക്ക് കുടയും കാറ്റിൻ്റെ ഗതിയെ ഒന്ന് പോയി. ഇനി ഒരു സ്ലോ മോഷൻ വീഡിയോ ആയാലോ? നോക്കത്താ ദൂരം തീരം കണ്ടാൽ ഓടാൻ തോന്നാത്തവർ ആരുണ്ട്? കുഞ്ഞിന് കൂട്ടായി അപ്പനും ചേർന്നു. ഓട്ടവും ചിരിയും ഒത്തുചേർന്ന് ഒരു പ്രതിഭാസം. ഈ കലാപരിപാടി നിർത്തി ഇനി വെള്ളത്തിലേക്കാണ്. ഇപ്പോൾ നിൽക്കുന്ന സൈഡിൽ തിര തൊടാൻ ലൈഫ് ഗാർഡ് സമ്മതിക്കില്ല. കൊച്ചിൻ്റെ വഴക്ക് കാരണം കുറച്ച് റിസ്ക് എടുത്ത് കുറച്ച് ദൂരത്തേക്ക് പോകാമെന്ന് കരുതി. മുന്നിൽ ഒരു ആറ്. കടൽ കാണാൻ വന്നവർക്ക് കോംപ്ലിമെൻ്ററിയായി ഒരു റിവർ കൂടെ. ഇനി ഇത് ചീത്ത വെള്ളമാണോ നല്ല വെള്ളമാണോ എന്നൊന്നും അറിയത്തില്ല. അവിടെല്ലാം അഭിപ്രായങ്ങൾ പലതും നടക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇത് കുഞ്ഞിനെയും തൂക്കി ചാടിക്കിടന്ന് അപ്പുറം എത്തി. ഇനി അതുകൊണ്ടും കഴിഞ്ഞില്ല. അപ്പോഴാണ് ഒരു പാലം കണ്ടത്. അതിൻ്റെ കണ്ടീഷൻ കണ്ടിട്ട് ഏത് സമയവും നിലം പൊത്താം. ഇടത്തോട്ടും വലത്തോട്ടും പോകാൻ പാടില്ല. ടിൻഷീറ്റിൽ കാലുകൊണ്ട് സെപ്റ്റിക്കാവും. ഒത്ത നടുവിലൂടെ നടന്ന് അക്കരെ എത്തുക. പിന്നെ ബലിയിടുന്ന പീഠമൊക്കെ കടന്ന് തീരത്തെത്താം. 1-2 തവണ ചെറുതായി കടൽവെള്ളം അനുഗ്രഹം തന്നു. ഇനി കരയിലിരിക്കാം. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ കാപ്പിലാണ്. ഒരു സൈഡിൽ കായലും മറു സൈഡിൽ കടലും. വളരെ മനോഹരം. എപ്പോൾ വർക്കല പോയാലും കാപ്പിൽ ബീച്ചും കൂടെ കണ്ടിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങാറുള്ളത്.